ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചിത്തൂസ് വ്ളോഗ്. അപ്പം ഇന്ന് ഞാൻ മലയാറ്റൂരാണ് കേട്ടോ നിൽക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ഏഴരയ്ക്ക് പുറപ്പെട്ടതാണ്. ഇന്നിപ്പോ ഇവിടെ നമ്മൾ എത്ര മണിക്ക് എത്തിയ പാപ്പ? 10:30 ഞങ്ങൾ ഇവിടെ എത്തി. ഇപ്പൊ സമയം ഞങ്ങൾ മല കയറി. ഇപ്പൊ 12:26 സമയം. ഇതുവരെ ഞങ്ങൾ മല ഇറങ്ങിയിട്ടില്ല. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. രാവിലെ ആണെങ്കിൽ ഇത്തിരി ഭംഗിയായനെ നല്ല ഭംഗിയുണ്ട് കാണാം. പക്ഷെ ഇത് ഫോണിൽ ക്ലിയർ ആവില്ല കേട്ടോ. നല്ല തണവ് കാറ്റുണ്ട് കേട്ടോ. പിന്നെന്താ അവിടെ ഒരു കൊട്ടാരം പോലെ കെട്ടിക്കണുണ്ടോ അവിടെ? അത് തോമസ് ലീഹ, ഒരു വിശുദ്ധനാണ്. തോമസ് ലീഹയുടെ കാൽപാത പതിഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് ആണ്. നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും സ്വർണ്ണ ഇടരുത്. ചിലപ്പോ പോവാനോ അല്ലെങ്കിൽ മോഷ്ടിച്ചോണ്ട് പോകാനോ സാധ്യതയുണ്ട്. നിങ്ങളെങ്ങാനും ഇവിടേക്ക് വരികയാണെങ്കിൽ ആ പോയിന്റ് മറക്കാതെ കാണണം കേട്ടോ. നിങ്ങൾ അത് മാറരുത്. നിങ്ങളത് എന്തായാലും കാണണം കേട്ടോ. പിന്നെ ആന കൊമ്പ് കൊണ്ട് കുത്തിയ സ്ഥലമുണ്ട്. അതൊക്കെ നിങ്ങൾ മറക്കാണ്ട് കാണുന്ന ഒരു സ്പോട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് അത് ബെസ്റ്റ് മെമ്മറി ആവട്ടോ. നിങ്ങൾ എന്തായാലും അത് കാണണം. ബെസ്റ്റ് ഇതാവും. ഞങ്ങൾ 24 മണിക്കൂറായി ഇവിടെ. ഞങ്ങൾ കുറെ നേരം വന്നത് ആകെ സാഡായി ഞങ്ങള്. ഇനിയിപ്പൊ നാളെ നല്ല പോലെ വിശക്കുണ്ട്. ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ആന കുത്തിയ സ്ഥലവും പിന്നെ തോമസ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുത്തുണ്ട് കുട്ടികൾക്ക് വിശക്കണി കഴിക്കാൻ വെച്ചിട്ടോ. ഞങ്ങളിന്ന് ഇറങ്ങിയിട്ട് 14 ഇവിടെ ഇപ്പൊ കയറിയപ്പോ 14 ഉണ്ടല്ലേ. 14 ഇവിടെ കയറി 14 അങ്ങോട്ട് ഇറങ്ങി. 14 സ്ഥലമാണ് നമ്മൾക്ക് കുരിശിന്റെ വഴിക്കുള്ളത്. ടോട്ടല് 28 നല്ല ടഫാണ്. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് ബെസ്റ്റ് മെമ്മറി ആവും. അപ്പൊ നിങ്ങൾ എന്തായാലും കാണിക്കണം. പിന്നെ ആന അവിടെ ഒരു കോല് വെച്ചിട്ട് ആന കുത്തിയ സ്ഥലവും പിന്നെ തോമസ് ലീഹയുടെ കാൽപാത പതിഞ്ഞതും അതൊക്കെ ഞാനൊരു ഷോർട്ട് അല്ലെങ്കിൽ ഫുൾ വീഡിയോ ആയിട്ടിടും. അപ്പൊ ഓക്കെ, ബൈ.